ഹലോ ഗായ്സ്. സോ ജെയ്മെന്റെ ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അത് മുതൽ കുട്ടികൾ ഭയങ്കര ടെൻഷനാണ്. സാറേ, ഏത് ഷിഫ്റ്റിൽ ഏറ്റവും കൂടുതൽ മാർക്ക് എടുക്കാൻ പറ്റുക, ഏത് ഷിഫ്റ്റ് ആയിരിക്കും ഏറ്റവും ഭയങ്കര ടഫ്. അപ്പൊ എന്തായാലും അതിന്റെ കാര്യങ്ങളിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. വെൽക്കം ഗായ്സ്. ഷിഫ്റ്റ് സ്ട്രാറ്റജി. നമുക്കറിയാം മക്കളെ, ഒരുപാട് പരീക്ഷ നിങ്ങൾ ഇതുവരെ എഴുതിയിട്ടുണ്ട് അല്ലെ? നിങ്ങൾ ബോർഡ് എക്സാം ലെവൽ പരീക്ഷ എഴുതിയിട്ടുണ്ട്. ഇനി ചിലപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ നിങ്ങൾ ചിലപ്പോൾ കീമോ അല്ലെങ്കിൽ ജെയ്മെൻ ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ റിപ്പീറ്റഡ് സ്റ്റുഡൻസ് ആണെങ്കിൽ ഇനിയിപ്പോൾ ചില സ്റ്റുഡൻസ് ആദ്യമായിട്ടായിരിക്കും ജെയ്മെൻ എക്സാം എഴുതാൻ പോകും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഇതുവരെ എഴുതിയ ഒരു ബോർഡ് എക്സാം ലെവൽ പരീക്ഷ എന്ന് പറയുന്നതൊക്കെ ജസ്റ്റ് മാർക്ക് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷയാണ് അല്ലെ? ഏറ്റവും കൂടുതൽ മാർക്ക് ആരാണോ നേടുന്നത് അവൻ ടോപ്പർ ആകും. പക്ഷെ ഇപ്പൊ ജെയ്മെയിൻ പോലുള്ള പരീക്ഷ ഒരുപാട് ഷിഫ്റ്റുകളിലാണ് നടക്കുന്നത് അല്ലെ? ചിലപ്പോൾ ഒരു ദിവസം തന്നെ 2 ഷിഫ്റ്റ് ഉണ്ട്, അങ്ങനെ ഒരു 4-5 ദിവസങ്ങൾ ഉണ്ടാവും, അപ്പോൾ ഒരു 10 ഷിഫ്റ്റ് ആവും. അപ്പോൾ ജെയ്മെയിൻ പരീക്ഷയിൽ എങ്ങനെയാണ് നമ്മൾ റാങ്ക് നിർണ്ണയിക്കുക എന്നു വെച്ചാൽ പേഴ്സന്റേജ് സിസ്റ്റം ആണ് അല്ലെ? നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും പേഴ്സന്റേജ് സിസ്റ്റവും മാർക്ക് സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസം. എന്തായാലും കൂടുതൽ അടുത്തൊരു സ്ലൈഡ് ആകുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരാം. ജെയ്മെയിൻ 2026 ഷിഫ്റ്റ് അനാലിസിസ് ആൻഡ് സ്കോറിംഗ് സ്ട്രാറ്റജി. അപ്പോൾ എന്താണ്, ഏതാണ് ഷിഫ്റ്റ്, എങ്ങനെയാണ് ഒരു ഷിഫ്റ്റ് ഭയങ്കര ടഫ് ആവുക, എങ്ങനെയാണ് ഒരു ഷിഫ്റ്റ് ഭയങ്കര ഈസി ആവുക എന്നൊക്കെ നിങ്ങൾക്ക് പലർക്കും ഒരു ഡൗട്ട് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു ഷിഫ്റ്റ് ടഫ് ആയാലോ ഒരു ഷിഫ്റ്റ് ഈസി ആയാലോ നിങ്ങളുടെ റാങ്കിനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കുന്നില്ല. നിങ്ങൾ വിചാരിക്കണ്ട, അയ്യോ എനിക്ക് ടഫ് ഷിഫ്റ്റ് കിട്ടിയോണ്ട് എന്റെ മാർക്ക് കുറഞ്ഞത്, എന്റെ റാങ്ക് കുറഞ്ഞത്, അയ്യോ എനിക്ക് ഈസി ഷിഫ്റ്റ് കിട്ടിയോണ്ട് ഞാൻ ജയിച്ച് കയറിയത്. അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം എന്തെന്ന് വെച്ചാൽ, ഒരു ഷിഫ്റ്റ് നിങ്ങളുടെ റാങ്കിനെ ഡയറക്റ്റ് ആയിട്ട് ബാധിക്കുന്നില്ല എന്നാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. കാരണം എന്തെന്ന് വെച്ചാൽ, NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് ജെയ്മെയിൻ പോലുള്ള പരീക്ഷയൊക്കെ നടത്തുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഒരു വിധത്തിലും ഒരു 2 ഷിഫ്റ്റിന്റെ ഡിഫിക്കൽട്ടി ലെവൽ സെയിം ആവില്ല. കാരണം എന്താ, ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് ആണല്ലേ? ഒരു ദിവസം ചോദിച്ച ക്വസ്റ്റ്യൻസ് അല്ല അന്ന് ഉച്ചക്ക് ചോദിക്കുന്നത്, അല്ലെങ്കിൽ അടുത്ത ദിവസം ചോദിക്കുന്നത് അതേ ക്വസ്റ്റ്യൻസ് അല്ല, വേറെ വേറെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒരു 2 ഷിഫ്റ്റും ഒരേ ഡിഫിക്കൽട്ടി ലെവൽ ആകില്ല. അതുപോലെ തന്നെ പേഴ്സന്റേജ് സിസ്റ്റമാണ് നമ്മളിവിടെ റാങ്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോ നമ്മളെ സ്കോർ കമ്പയർ ചെയ്യുന്നത് നമ്മൾ എഴുതുന്ന ഷിഫ്റ്റിൽ എഴുതിയ കുട്ടികളുടെ സ്കോർ വെച്ചിട്ടുള്ളത്. അതായത് നിങ്ങളിപ്പോൾ ജനുവരി മാസം 21-ാം തീയതി ഒരു ഷിഫ്റ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഷിഫ്റ്റിൽ എഴുതിയ കുട്ടികളുടെ സ്കോർ വെച്ചാണ് അന്നത്തെ ഒരു പേഴ്സന്റേജ് കാൽക്കുലേഷൻ നടത്തുന്നത്. അപ്പൊ നിങ്ങൾക്ക് പിറ്റേന്ന് എഴുതുന്ന കുട്ടികളോ അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് എഴുതുന്ന കുട്ടികളുടെ മാർക്ക് വെച്ച് നിങ്ങൾ താരതമ്യം ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ കിട്ടുന്ന ഷിഫ്റ്റിനെ ഏകദേശം അതിന്റെ ഹാർഡ്നെസ് അനുസരിച്ചിട്ട് 3ആയി ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഈസി ഷിഫ്റ്റ്, ഒന്ന് മോഡറേറ്റ് ഷിഫ്റ്റ്, ഒന്ന് ഹാർഡ് ഷിഫ്റ്റ്. ഈസി ഷിഫ്റ്റ് എന്താണ്? അതായത് അവിടെ ഭയങ്കര ഒരു കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ടാവും. അതായത് എല്ലാ കുട്ടികളും ഭയങ്കര ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസി ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച പോലെ ഡയറക്റ്റ് ആയിട്ട് ഉത്തരങ്ങൾ സ്കോർ ചെയ്യാൻ പറ്റും. ടപ്പേ എന്ന് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ക്ലിക്ക് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ എന്താണ് ആ ഒരു ഷിഫ്റ്റിന്റെ അവസ്ഥ? എല്ലാ കുട്ടികളും, അത്യാവശ്യം പഠിച്ച എല്ലാ കുട്ടികൾക്കും നന്നായി സ്കോർ ചെയ്യാൻ പറ്റും അല്ലെ? അപ്പൊ അവിടെയുള്ള ആ ഷിഫ്റ്റിന്റെ ഒരു റിസ്ക് എന്തെന്ന് വെച്ചാൽ, നമ്മളെ ഒരു ചെറിയ സില്ലി മിസ്റ്റേക്ക് പോലും നമ്മളെ പേഴ്സൻറ്റേജ് കുറക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് ബാധിക്കും. അതുകൊണ്ട് ഒരു ഈസി ഷിഫ്റ്റ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഭയങ്കര ഒരു റിലാക്സ് ആവരുത്, ഭയങ്കര കളി ചിരിയൊന്നും വരരുത്. കാരണം ഈസി ഷിഫ്റ്റ് കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ട് പോകും. കാരണം എന്താ, എല്ലാ കുട്ടികളും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ചെറിയ രീതിയിലൊക്കെ എന്തെങ്കിലും ഒരു 2x3 = 6 എഴുതുന്നതിന് പകരം ഇപ്പോൾ നമ്മൾ 2x3 = 5 ഒക്കെ എഴുതി പോകും. സില്ലി മിസ്റ്റേക്ക് ഒക്കെ നിങ്ങൾ എന്തായാലും ഒഴിവാക്കേണ്ടത് തന്നെയാണ്. അടുത്തതായി നമ്മൾ കടക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, മോഡറേറ്റ് ഷിഫ്റ്റിലാണ്. ഒരു ഏകദേശം ഒരു 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 പകുതി ഷിഫ്റ്റ് ഒക്കെ ഒരു മോഡറേറ്റ് ഷിഫ്റ്റ് ആയിരിക്കും. അതായത് കുറച്ച് ഈസി ക്വസ്റ്റ്യൻസ്, കുറച്ച് ഹാർഡ് ലെവലിലെ ക്വസ്റ്റ്യൻസ്, കുറച്ചധികം ആവറേജ് ക്വസ്റ്റ്യൻസ്, ഈ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഷിഫ്റ്റ് ആണ്. അപ്പൊ ഈ ഒരു ഷിഫ്റ്റ് കിട്ടുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്കോർ ചെയ്യാൻ നോക്കുക. ഇത് ഇങ്ങനത്തെ ഒരു ആവറേജ് ഷിഫ്റ്റ് കിട്ടുമ്പോൾ അടുത്തൊരു ഷിഫ്റ്റ് എന്ന് വെച്ചാൽ ഹാർഡ് ഷിഫ്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഷിഫ്റ്റിന്റെ പ്രത്യേകത ലോ സ്കോറിംഗ് ആയിരിക്കും. അതായത് ആ ഒരു ഷിഫ്റ്റ് ഇടുന്ന കുട്ടികൾക്കൊക്കെ പൊതുവേ ഒരു ലോ സ്കോറിംഗ് മാർക്ക് ഒക്കെ ഉണ്ടാകും. പക്ഷെ അതിന്റെ ഗുണം എന്തെന്ന് വെച്ചാൽ, നമ്മൾക്കൊരു 4-5 ക്വസ്റ്റ്യൻസ് അധികം സോൾവ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സൻറ്റിലൊക്കെ ഭയങ്കര കുതിച്ച് ചാട്ടം തന്നെയായിരിക്കും. നമുക്കൊരു കുറച്ച് അധികം ഓക്കെ, ആ ഒരു ഷിഫ്റ്റ് ടഫായി പോയി. അപ്പോൾ പേടിക്കാതെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്കൊരു ഷിഫ്റ്റ് ഈസി ആണെങ്കിൽ, നിങ്ങൾ പഠിച്ചൊരു സ്റ്റുഡന്റ് ആണെങ്കിൽ ഇന്ത്യയിൽ അന്ന് എഴുതുന്ന എല്ലാ കുട്ടികൾക്കും ഈസി ആയിരിക്കും ആ ഷിഫ്റ്റ്. അതുപോലെ തന്നെ ഒരു ഷിഫ്റ്റ് ടഫ് ആണെങ്കിൽ അന്ന് ഇന്ത്യയിൽ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും ആ ഷിഫ്റ്റ് എന്തായിരിക്കും, ടഫ് തന്നെ ആയിരിക്കും അല്ലേ? അപ്പൊ നമുക്ക് മാത്രമല്ല ആ ഒരു ടഫ്, അയ്യോ എനിക്ക് മാത്രം എന്താ ടഫ് എന്ന് വിചാരിച്ച് എക്സാം ഹാളിൽ ഇങ്ങനെ ഡിപ്രഷൻ അടിച്ചിരിക്കരുത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്.
പഠിച്ചിട്ടുണ്ടല്ലോ മക്കളെ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടൊക്കെയുണ്ട്, നമ്മൾ ഒരുപാട് ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മ പഠിച്ച കാര്യങ്ങൾ വെച്ച് ആ ഒരു ഹാർഡ് ഷിഫ്റ്റിനെ നേരിടുക. ഞാനൊക്കെ പ്രാർത്ഥിക്കലെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഹാർഡ് ഷിഫ്റ്റ് കിട്ടണേ എന്നാണ്. കാരണം എന്താ, കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു, നമുക്ക് ഒരു 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ അധികം ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഇതിലൊരു പെർസെന്റേജ് തന്നെ ഉണ്ടാകും അല്ലേ. അപ്പൊ ഈ ഒരു ഷിഫ്റ്റ് ഉണ്ടാകുന്ന കുട്ടികളെ ഏറ്റവും വലിയ പ്രയാസം എന്ന് വെച്ചാൽ പേടിക്കല. പേടി വന്നാൽ നമ്മൾ എന്താ, നമ്മൾ ഫുള്ള് മൈൻഡ് ഔട്ട് ആയി പോകും. മൈൻഡ് ഔട്ട് ആയാലും എന്താ, നമ്മൾ പഠിച്ചതും കൂടി മറന്നു പോകും അല്ലെ. അപ്പൊ ആ ഒരു മണ്ടത്തരം നിങ്ങൾ ചെയ്യാതിരിക്കുക ഈ ഒരു ജെയ്മെൻ എക്സാമിൽ. നമുക്കിനി സ്ട്രാറ്റജി ഫോർ ഈസി ഷിഫ്റ്റ്, അതായത് ഒരു ഈസി ഷിഫ്റ്റ് കിട്ടുകയാണെങ്കിൽ അതിനെ എങ്ങനെ നേരിടണം എന്ന് നമുക്ക് പഠിക്കാം. അതായത് ഇവിടെ നമ്മൾ നോക്കേണ്ടത് ആക്യുറസിയാണ്. മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക, മാക്സിമം ആക്യുറസിയിൽ ചെയ്യുക. കാരണം എന്താ, എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലുള്ള ഉത്തരം തെറ്റിയാൽ ഭയങ്കരമായിട്ട് അതൊരു ഡ്രോപ്പ് ചെയ്യും മാർക്കിലും പെർസെൻറ്റേജിലും. ടാർഗറ്റ് നമുക്കൊരു 60 ക്വസ്റ്റ്യൻസ് വരെ ഒരു അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കാം. 50 തൊട്ട് 60 ക്വസ്റ്റ്യൻസ് വരെ നമുക്കൊന്ന് അറ്റംപ്റ്റ് ചെയ്യാം, മാക്സിമം ആക്യുറസിയിൽ അറ്റംപ്റ്റ് ചെയ്യാം. കെമിസ്ട്രി നമുക്കറിയാം, നമ്മൾ ജെയ്മെൻ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും ഒരു സ്ട്രാറ്റജിയാണ്. ആദ്യം കെമിസ്ട്രി ചെയ്യുക, പിന്നെ ഫിസിക്സ് ചെയ്യുക, പിന്നെ മാക്സിമം ടൈം മാത്സിന് അലോട്ട് ചെയ്യുക. ഈ ഒരു സ്ട്രാറ്റജി തന്നെയാണ് മാക്സിമം കുട്ടികൾ എടുക്കുക. നിങ്ങൾക്ക് നിങ്ങളേതായിട്ടുള്ള സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ഫോളോ ചെയ്യുക അല്ലെ. കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും ആദ്യം ചെയ്യുമ്പോൾ കുറച്ചും കൂടി കോൺഫിഡൻസ് കിട്ടുന്ന ആ ഒരു പാഠഭാഗം എടുത്ത് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫിസിക്സിൽ ഫോക്കസ് ഓൺ ഫോർമുല ആപ്ലിക്കേഷൻ, ഡോണ്ട് ഓവർ തിങ്ക് സിമ്പിൾ ക്വസ്റ്റ്യൻസ്. ഭയങ്കരമായിട്ട് ചിന്തിച്ച് ഇങ്ങനെ തലമുണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻസും വരും. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ശരിയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഡോപ്പമൈൻ റേഷ്യോ ഒക്കെ ഉണ്ടാവും അല്ലെ. നമ്മൾ പറയണ്ട, മാർക്ക് കൂടിയ ഏതെങ്കിലും ഒരു പരീക്ഷയിലെ മാർക്ക് കൂടിയ നമ്മൾ പറയല്ലേ, അയ്യോ അന്ന് ഞാൻ നല്ല മൂഡായിരുന്നു എന്നൊക്കെ. അപ്പോൾ അതാണ്, നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ സോൾവ് ചെയ്ത് പോകുമ്പോൾ നമുക്കൊരു സന്തോഷമൊക്കെ വരും. അതുപോലെ മാത്സിലും യൂഷ്വലി ഇപ്പോൾ ചെറിയ ഈസി ക്വസ്റ്റ്യൻസ് ഒക്കെ മാത്സിൽ വരും. നമുക്ക് ജെയ്മെയിൽ ഒരു 5 തൊട്ട് ഒരു 12 വരെ മാത്സ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ വളരെയധികം നല്ലൊരു മാർക്ക് തന്നെ നമുക്ക് കിട്ടും, വളരെയധികം നല്ലൊരു റാങ്ക് തന്നെ കിട്ടും. അടുത്ത ഈ ഒരു ഹാർഡ് ഷിഫ്റ്റ് കിട്ടുകയാണെങ്കിൽ അവിടെ മൈൻഡ് സെറ്റാ അല്ലെ. അവിടെ നമ്മളെ ഒരു വിൽ പവർ, നമ്മളെ മനക്കെട്ടിയൊക്കെ ആ ഒരു ഹാർഡ് ഷിഫ്റ്റ് പരിശോധിക്കുന്നത്. അതായത് ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി. നമുക്കൊരു 40 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റിയാൽ തന്നെ വളരെ നല്ലൊരു പേഴ്സൻറ്റേജിലേക്ക് നമുക്ക് കാണാൻ പറ്റും. ഡോണ്ട് പാനിക്, ഇഫ് ദ പേപ്പർ ഈസ് ഹാർഡ് ഫോർ യു, ഇറ്റ് ഈസ് ഹാർഡ് ഫോർ ദ ടോപ്പേഴ്സ് ടു. അതായത് അന്ന് ആ ഷിഫ്റ്റ് ഹാർഡ് ആണെങ്കിൽ അന്ന് ഇന്ത്യയിൽ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും ഹാർഡ് തന്നെയാണ്, നിങ്ങൾക്ക് മാത്രമല്ല അല്ലെ. അങ്ങനെ വിചാരിച്ചാൽ മതി, അന്ന് എഴുതുന്ന എല്ലാവർക്കും ഹാർഡ് തന്നെ. അപ്പൊ ഇത് വെച്ചിട്ടുള്ള ഒരു പേഴ്സൻറ്റേജ് കാൽക്കുലേഷൻ ആയിരിക്കും അന്ന് നടക്കുക. 2 റൗണ്ട് മെത്തേഡ്, അതായത് നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചു നോക്കാം. നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ആ ഒരു 3 മണിക്കൂർ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ അവിടെയുള്ള മൊത്തം ക്വസ്റ്റ്യൻസ് നിങ്ങൾ വായിച്ചിരിക്കണം അല്ലെ. ഒരു റൗണ്ടെങ്കിലും നിങ്ങൾ പോയിരിക്കണം. ലാസ്റ്റ് പറയരുത്, അയ്യോ സാറേ സമയം കിട്ടിയില്ല, അയ്യോ അമ്മേ അച്ഛാ എനിക്ക് എല്ലാ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റിയില്ല എന്നൊരു ഒരു ആ ഒരു കാര്യം നിങ്ങൾ ഒട്ടും ചെയ്യരുത്. നിങ്ങൾ എവിടെ എക്സാം ഹാളിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മൊത്തം ക്വസ്റ്റ്യൻസ് കണ്ടിരിക്കണം. സബ്ജക്റ്റ് വൈസ് വെയിറ്റേജ്, അതായത് 2026 നമുക്ക് ഏറ്റവും കൂടുതൽ സ്കോർ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചാപ്റ്റേഴ്സ് വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റേഴ്സ്, ഫിസിക്സിലാണെങ്കിൽ ഹൈ പ്രയോറിറ്റി ചെയ്ത മോഡേൺ ഫിസിക്സ്, നമ്മൾ ആറ്റം, ന്യൂക്ലിയർ വേണമെങ്കിൽ ആരെങ്കിലും കമന്റ് സെക്ഷനിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് പേഴ്സൻറ്റേജ്, നമുക്ക് വെയിറ്റേജ് വെച്ചിട്ടുള്ള ചാപ്റ്റേഴ്സ് നമുക്ക് വേണമെങ്കിൽ ഒരു സ്ട്രാറ്റജി പോലെ ചെയ്യാം. മോഡേൺ ഫിസിക്സിൽ ആറ്റം, ന്യൂക്ലിയർ അതൊക്കെ പഠിക്കാനും ഈസി തന്നെയാണ്. കറണ്ട്, ഇലക്ട്രിസിറ്റി, ഇലക്ട്രോസ്റ്റാറ്റിക്സ്, പ്ലസ് 2 ഫിസിക്സ് ഒക്കെ നല്ല രീതിയിൽ പഠിച്ചു പോവുക. പിന്നെ പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുന്ന കുറച്ച് പാഠങ്ങളുണ്ട് പ്ലസ് 1 യൂണിസം, ഡയമെൻഷൻ, സെമി കണ്ടക്ടർ, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്, ലോസ് ഓഫ് മോഷൻ. ഇതൊക്കെ ലോസ് ഓഫ് മോഷൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, വർക്ക് എനർജി പവറുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾ പഠിക്കുക. അങ്ങനെ ഈസിക്ക് നമുക്ക് പഠിച്ചു തീരാൻ പറ്റുന്ന ഒരുപാട് പാഠങ്ങളൊക്കെ ഉണ്ട്. കെമിസ്ട്രിയിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ സ്കോർ ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് കെമിസ്ട്രി നിങ്ങൾ ഒരിക്കലും വിട്ടുകളയരുത്. കാരണം നമുക്ക് ടോപ്പർ ആയിട്ടുള്ള പല സ്റ്റുഡൻസ് പറയുന്ന കേൾക്കാം, കെമിസ്ട്രി പഠിക്കാൻ കുറച്ച് ബോറൊക്കെയാണ് അല്ലേ. നമുക്ക് ഇൻഓർഗാനിക് കെമിസ്ട്രി ഒക്കെ ആ പി ബ്ലോക്കും ഒക്കെ പഠിക്കാൻ കുറച്ച് ബോർ തന്നെയാണ്. പക്ഷെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കുത്താൻ പറ്റും അല്ലേ. പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. ഒരു 5 സെക്കൻഡ് 10 സെക്കൻഡിൽ തന്നെ ഓരോ ക്വസ്റ്റ്യൻസ് ടാക്കിൾ ചെയ്ത് പോകാൻ പറ്റും. അതിൽ തന്നെ ഓർഗാനിക്കലി നെയിംഡ് റിയാക്ഷൻസ് ആൻഡ് ജനറൽ ഓർഗാനിക് കെമിസ്ട്രി ഉണ്ട്. മക്കളെ ശ്രദ്ധിക്കുക, നമ്മൾക്ക് ഏറ്റവും കൂടുതൽ തെറ്റിപ്പോകാൻ സാധ്യതയുള്ളതെന്ന് ഓർഗാനിക് തന്നെയാണ്. നിങ്ങൾക്ക് എവിടെ കാർബൺ പൊട്ടിക്കണം, CC ബോണ്ട് പൊട്ടിക്കണം ഒക്കെ നേരാമണ്ണം പഠിച്ചു പോവുക, തെറ്റിക്കരുത്. ഇൻഓർഗാനിക്കിൽ കോർഡിനേഷൻ, കോമ്പൗണ്ട്സ്, കെമിക്കൽ ബോണ്ടിങ് പോലുള്ള ചാപ്റ്റേഴ്സ് ഹൈ വെയിറ്റേജ് ഉള്ളതാണ്. ഫിസിക്കലിൽ തെർമോഡൈനാമിക്സ് ആൻഡ് ഇക്വിലിബ്രിയം, അതിൽ നിന്ന് എന്തായാലും ചോദിക്കും.
നമുക്ക് പ്രാക്ടിക്കൽ കെമിസ്ട്രി എന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അതും കൂടി പഠിച്ചു പോവുക. ഇനി മാത്തമെറ്റിക്സ് ദ റാങ്ക് ഡിസൈഡർ അല്ലേ. ഇപ്പോൾ നീറ്റിലത്തെ സ്റ്റുഡൻസ് ആണെങ്കിൽ അവർ ഫിസിക്സും കെമിസ്ട്രിയിലും നല്ല തറവായിരിക്കും. ചിലപ്പോൾ മാത്തമാറ്റിക്സ് അവർക്ക് അറിയണമെന്നില്ല. പക്ഷെ നമ്മൾ ജെഇ സ്റ്റുഡൻസ് എന്താ മാത്തമാറ്റിക്സും കൂടി നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിലും കൂടി സ്കോർ ചെയ്താൽ റാങ്ക് ഒക്കെ പെട്ടെന്ന് തന്നെ കുതിക്കുന്നവരെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് എന്തായാലും ഈസി ഉള്ള കുറച്ച് പാർട്സ് ഉണ്ട്. വെക്ടർ, 3D, മെട്രിക്സ്, ഡിറ്റർമിനൻസ്, സീക്വൻസ് ആൻഡ് സീരീസ്, ട്രിഗണോമെട്രി, അങ്ങനത്തെ ഉള്ള കുറച്ചൊരു എല്ലാ പാഠങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ ജനുവരി ഷിഫ്റ്റിന് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഏപ്രിൽ ഷിഫ്റ്റിന് വേണ്ടി ബാക്കിയുള്ള മാത്സ് പാഠങ്ങളൊക്കെ പഠിച്ചു വെക്കുക. പക്ഷേ ജനുവരി ഷിഫ്റ്റിന് നമുക്ക് കുറച്ച് പഠിക്കാൻ പറ്റുന്ന മാത്സ് പാഠങ്ങളൊക്കെ പഠിച്ചിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. കാൽക്കുലസ്, ലിമിറ്റ്, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, അതായത് സർഫസ് ലെവലിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ മാത്സിൽ ഒരിക്കലും കൈവിടരുത്. ഓക്കെ. ഇനി ഫൈനൽ ചെക്ക് ലിസ്റ്റ് ഫോർ സ്റ്റുഡൻസ്. പരമാവധി മോക്ക് ടെസ്റ്റ് എഴുതുക അല്ലെ. നിങ്ങൾ എത്രത്തോളം മോക്ക് ടെസ്റ്റ് എഴുതുന്നു അത്രത്തോളം നിങ്ങൾക്ക് നല്ലത്. അതായത് ഒരു പരീക്ഷ പേടി മാറ്റാൻ എങ്ങനെയാണ് ഒരു പരീക്ഷനെ അറ്റംപ്റ്റ് ചെയ്യുക, ഒരു ക്വസ്റ്റ്യൻ കിട്ടാതെ എങ്ങനെയാണ് ഒരു വെപ്രാളപ്പെടാതെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ പറ്റുക. അപ്പോൾ മാക്സിമം മോക്ക് ടെസ്റ്റ് എഴുതുക. പിന്നെ നമ്മൾ ലൈഫ് ലൈൻ എന്ന് വെച്ചാൽ എന്താ, PYQ ആണ് അല്ലേ. അതായത് 2019 തൊട്ടുള്ള PYQ ഒക്കെ ചെയ്യാൻ പറ്റുന്നതെങ്കിൽ ചെയ്യുക. ഇനിയിപ്പോൾ സമയമില്ലെങ്കിൽ മാക്സിമം 2024 2025 എല്ലാ ഷിഫ്റ്റിലത്തെയും PYQ ഒക്കെ ചെയ്ത് വെക്കുക. കാരണം അതേ മോഡൽ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അല്ലെ. എക്സാം ഡേയിൽ ഇങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തം ഒന്ന് വായിച്ചു നോക്കുക. നിങ്ങൾ കാണാത്ത ഒരു ക്വസ്റ്റ്യൻ പോലും അതിലുണ്ടാവരുത്. അപ്പോൾ മൊത്തം വായിച്ചു നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു ഷിഫ്റ്റ് ഈസി ആണോ, ഹാർഡാണോ, മോഡറേറ്റ് ആണോ എന്ന്. പരീക്ഷ തുടങ്ങി ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ആരും ഒരു ടെൻഷൻ അടിക്കാതെ പരീക്ഷ എഴുതിയാൽ മതി. ഓക്കെ അല്ലേ. അതായത് ദ ഷിഫ്റ്റ് ഡസൻ ഡിസൈഡ് യുവർ റാങ്ക്, ദ റിയാക്ഷൻ ടു ദ ഷിഫ്റ്റ് ഡസ്. അതായത് ഒരു ഷിഫ്റ്റ് നിങ്ങളെ റാങ്ക് ഭയങ്കരമായിട്ട് ഡയറക്റ്റ്ലി ഡിസൈഡ് ചെയ്യില്ല. നിങ്ങൾ ആ ഷിഫ്റ്റിനെ എങ്ങനെ അഭിമുഖീകരിക്കുന്നു, നിങ്ങൾ എങ്ങനെ ഫേസ് ചെയ്യുന്നു, അതാണ് ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുക. സോ സ്റ്റുഡൻസ്, ഓൾ ദി ബെസ്റ്റ്.